നമസ്കാരം, ഡ്രൈവ് ഡെലീഷ്യയുടെ മറ്റൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഐറ്റം കാട ഫ്രൈ ആണ്. നമ്മൾ കാട ഫ്രൈ ഒരു സിമ്പിൾ റെസിപ്പിയാണെങ്കിൽ ഇന്നത്തെ ഹൈലൈറ്റ്സ് നമ്മുടെ ലൊക്കേഷനാണ്. ഞങ്ങളിപ്പോൾ തിരുവല്ലയിലാണ്, ടീനയുടെ വീട്ടിലാണ്. നെടുമ്പുറം എന്ന് പറയുന്ന സ്ഥലം. തിരുവല്ലയിൽ നിന്ന് എടത്തുവ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ പപ്പായുടെ ഒരു കസിൻ്റെ വീട്ടിലാണ്. മോനച്ചാൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ പമ്പ മണിവല ആറ് ഒഴുകുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം മാരിനേറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ വെച്ച് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ടാണ് ബാക്കി അത് ഫ്രൈ ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ടീന പറയുന്നതാണ് മോനച്ചാൻ്റെ വീടിൻ്റെ പുറകിൽ ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഹൗസ് വിസിറ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ വ്യൂ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത് കാണാം, കൂടെ നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. അവിടെയൊന്ന് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കണം. ഒരു വാഴയില വേണം. കാട മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. പമ്പ മണിമലയാറുകൾ സംഗമിക്കുന്ന ഇവിടെ അടുത്തൊരു ലൊക്കേഷനിലാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മുടെ കാട മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ആറ്റുതീരത്ത് പോയി ഫ്രൈ ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത നമ്മുടെ കാടയുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ്. കാണിച്ചേ. അപ്പോൾ ഇതെൻ്റെ പപ്പയുടെ കസിൻ്റെ വീടാണ്. അപ്പോൾ തട്ടാമ്പറമ്പിലെ മോനച്ചാൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണിത്. അവിടെ വെച്ചാണ് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ 2 മണിക്കൂറാണ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ പിടിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിനി അത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. എണ്ണ തിളച്ച് അതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടണം. നമ്മുടെ പീച്ചിങ്ങ ബജിക്കകത്തിട്ടില്ലേ, അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ എണ്ണയ്ക്കകത്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് മോനച്ചാൻ, ഇത് റെഞ്ചി. അപ്പം ടേസ്റ്റ് ചെയ്യാം.
അടിപൊളി അടിപൊളി. നൈസ്, റിയലി നൈസ്. നാരങ്ങ പിഴിഞ്ഞില്ല. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നാരങ്ങയൊക്കെ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ എടുത്ത് സവോളയും കുറച്ചെടുത്ത് സൂപ്പർ. കുറച്ചുകൂടെ നാരങ്ങ പിഴിയാം. അടിപൊളി. കാട അടിപൊളി, സ്ഥലവും സൂപ്പർ. പക്ഷെ നമ്മളിത് വന്ന സമയം ഇച്ചിരി ലേറ്റായിപ്പോയി, സന്ധ്യയായിപ്പോയി, ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ബൈ. നല്ല സ്ഥലം അല്ലേ? സൂപ്പർ സ്ഥലം. ഇനി നമുക്കിവിടെ ഇച്ചിരി നേരത്തെ വന്ന് ഒരൈറ്റം ഉണ്ടാക്കണം. ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ സ്ഥലത്ത്? പക്ഷെ കാറ്റായുണ്ട്. നല്ല കാറ്റുണ്ട്. മിഥുനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അളിയനോട് വന്നിട്ട് ഇവിടെ നിന്ന് വരണം.